ഹലോ, നമസ്കാരം. ഈ സാരിയൊക്കെ ഉടുത്ത് ഈ കാട്ടിനിടയ്ക്കൂടെ എങ്ങോട്ട് പോകുന്നെന്നായിരിക്കുമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. ഓരോരോ മനുഷ്യനും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. എന്നോട് എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കല്യാണം കഴിക്കാനാണെന്ന് കേട്ടോ. അതുകൊണ്ട് കല്യാണം കഴിക്കാനൊന്നുമല്ല ഈ ഉടുത്തൊരുങ്ങി പോകുന്നത്. നമ്മൾ വേറൊരു ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല കേട്ടോ. അതെല്ലാം എൻ്റെ കല്യാണത്തോടെ തകിടം മറിഞ്ഞു പോയി. ഇപ്പോൾ കല്യാണം കഴിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ടാന്ന് പറയും. ഇപ്പോൾ നമ്മൾ പോകുന്നത് എൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ. അത് ഇനിയുള്ള നാളുകൾ ഓണത്തിൻ്റെ ഐശ്വര്യപൂർണ്ണമായ നാളുകളാണ്. അപ്പോൾ ഐശ്വര്യപൂർണ്ണമാകട്ടെ എൻ്റെ തുടക്കമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓണം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. മേക്കപ്പ് മാൻമാരോ ആരുമില്ല. ഞങ്ങൾ തന്നെയാണ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മുഖത്തോ വേറെ ഒരു മേക്കപ്പും ഇല്ല, ചമയങ്ങളോ ഒന്നുമില്ല, ലൈറ്റായിട്ടൊരു ഫോട്ടോഷൂട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. സാരി ഉടുത്ത് നടക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ ഈ വെള്ളത്തിലും ഒക്കെ ചാടി ഇറങ്ങി അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. ഒരിക്കൽ ഞാൻ വെള്ളത്തിൽ വന്ന് വീണ് കേട്ടോ. കിച്ചുവാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചുവാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത്. എൻ്റെ ബാക്കിൽ നിന്ന് വന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ്. ഇതാണെങ്കിൽ ഇതിവിടെ വേറെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്ന് നിൽക്കുന്ന പയ്യന്മാരാണ് കേട്ടോ. നമുക്ക് ഫോട്ടോഷൂട്ട് എടുത്ത് തരുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ടല്ലേ, അതുകൊണ്ട് അവർ ഒരുപാട് പാടുപെട്ട് കേട്ടോ എന്നെ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തന്നെ കഷ്ടം തോന്നി കേട്ടോ. എനിക്ക് എന്നിട്ട് നാണക്കേടും തോന്നി. എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ഫസ്റ്റിലല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരിതൊക്കെ കാണും. ഇനി ആകുമ്പോഴത്തേക്ക് അതൊക്കെ ശരിയായിക്കൊള്ളും കേട്ടോ. എൻ്റെ സാരിയൊക്കെ എൻ്റെ കയ്യിൽ വന്നു, അതിനെയൊക്കെ അഴിച്ച് പിടിച്ചെടുത്ത് വെച്ചുകൊണ്ട് ഞാൻ നടക്കുവാണേ. അത് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് മറിമായങ്ങൾ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. 18 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വേറെ വീഡിയോയിലും. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു മോനായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മോൾ കിട്ടിയത് എത്രയോ നന്നായി. എൻ്റെ കൂടെ കട്ടയ്ക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അവളാണ് കേട്ടോ. അവളുള്ളത് കൊണ്ട് എനിക്ക് ആരുമില്ല എന്നുള്ളൊരു പേടിയോ ഭയമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എവിടെ പോയാലും വാല് പോലെ അവൾ കാണും, അവളുടെ പുറകെ നിന്ന് വാല് പോലെ ഞാൻ കാണും. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മയുടെ മോൾ ഇവൾ കാണും. നമ്മൾ ആരെങ്കിലും അവളെ കൂടെ കാണും കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇവരാണെങ്കിൽ ആദ്യം കിച്ചുവിൻ്റെ ഫോട്ടോസാണ് എടുത്തത്. കിച്ചു ആണെങ്കിൽ പിന്നെ കിച്ചുവിന് ഇതിനൊക്കെ വലിയ പാടൊന്നുമില്ല കേട്ടോ. അവൾ ഏത് പൊസിഷനിൽ വേണമെങ്കിലും അവൾക്ക് അറിയാം നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും വലിയ പരിചയമില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് പാടുപെട്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ അത് ലാസ്റ്റ് എനിക്കാണെങ്കിൽ എന്തോ പോലെ തോന്നി, മതിയാക്കി പോകാമെന്നൊക്കെ തോന്നി കേട്ടോ. ഒരു കാര്യത്തിനും ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല കേട്ടോ. നമ്മുടെ വീഡിയോസിനാണെങ്കിലും ഒക്കെ എന്നെ ഏതോ ഒരു ശക്തി ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നത് ഒരു ബാഡ് ശക്തി പോലെ എനിക്ക് ഒരു ഫീൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ നമ്മൾ ഇടാനൊക്കെ ഡിലേ ആകുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ നല്ല സമയത്ത്, അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്കാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയോ അച്ഛനോ അവരുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ തലയിലെടുത്ത് വെച്ച് കേട്ടോ. 18 വയസ്സായ ഞാൻ അവിടെയാണെങ്കിൽ അമ്മ, അച്ഛൻ, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി, ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, പിന്നെ 2 പിള്ളേർ, അവരുടെ 2 പിള്ളേർ. അപ്പോൾ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം ഞാൻ തലയിലെടുത്ത് വയ്ക്കേണ്ട അവസ്ഥയാണ്. അവരൊക്കെ ഇത്തിരി മെച്യൂർഡായ ആൾക്കാരാണ്. ഞാനാണെങ്കിൽ തീരെ കുഞ്ഞും. അപ്പോൾ അവരാണെങ്കിൽ ഭയങ്കര മെച്യൂർഡായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, സംസാരിക്കുന്നതും ഒക്കെ. ഞാൻ അവരുടെ ഇടയിൽ ഒരു കുഞ്ഞായിട്ട് അവരെല്ലാം എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ ഒരു ടീച്ചേഴ്സ് കുട്ടി എന്നുള്ള ഒരു ലെവലിലോട്ട് പോയി കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സംസാരിക്കാനും അവിടെ എന്താണ് ചെയ്യണം ഏതാണ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. ജോലി എന്ന് പറയുന്നതേ എനിക്കറിയത്തില്ല കേട്ടോ. വീട്ടുജോലി ഇവിടെ അമ്മ പറയുമ്പോഴത്തേക്ക് വീട്ടുജോലി എന്തെങ്കിലും ചെയ്യുന്ന അമ്മ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും ഓ പിന്നെ വീട്ടുജോലി. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവുമായിട്ട് കെട്ടിപ്പിടിച്ച് ബൈക്കിലിരുന്ന് പോകാം, ഇതൊക്കെയാണ് ജീവിതം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ.
അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. അപ്പോൾ അമ്മ പറയും അവിടെ പോയിട്ട് ജോലി ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും പിന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മായി നിന്നെ പൊരിച്ച് കിട്ടും. അപ്പോൾ ഞാൻ പറയും എന്തായാലും നിങ്ങളെപ്പോലെ ആയിരിക്കില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിതം. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ദൂരദർശൻ എപ്പോഴെങ്കിലും ഒരു സിനിമ വരും, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അല്ലാതെ നമുക്ക് വേറെ ഒരു ഇതൊന്നുമില്ല, അതിനെപ്പറ്റി വേറെ ഗ്രാഹ്യവും അങ്ങനെയൊന്നുമില്ല. എന്താണ് ജീവിതം, ഏതാണ് ജീവിതം, പിടിച്ചിരുന്ന് പോകുന്നു, സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ എന്താണ് ജീവിതം എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. പക്ഷേ അവിടെ പോയതിന് ശേഷം അവർ കുറേശ്ശെ ജോലികളൊക്കെ പറഞ്ഞു തന്ന് എന്നെ അതിലോട്ട് അങ്ങ് ആക്കി കേട്ടോ. അവർ പറഞ്ഞു തന്ന് പഠിപ്പിച്ച് എന്നെ അതിലോട്ടാക്കി. ഞാൻ അതിലോട്ട് വീണ് ഞാൻ പിന്നെ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയി കേട്ടോ. എന്തായാലും നമ്മൾ ഒരിടത്ത് പോയി കയറിയതല്ലേ, ഇനി അത് നമ്മളെ കുറേശ്ശെ ഇങ്ങനെ പഠിച്ചു തന്നു. ഇങ്ങനെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചു വന്നു. പിന്നെയാണെങ്കിൽ അവർ നമ്മളെ അടിമയാക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവരത്രയും ഭയങ്കര ഹൈയിൽ നിൽക്കുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ നമ്മളെ അവരടിമയാക്കി വെച്ച് ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഒരുപാട് സങ്കടങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായി കേട്ടോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എത്രയോ വർഷമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എത്രയോ വർഷം. എൻ്റെ 18 വയസ്സ് മുതൽ എൻ്റെ കുഞ്ഞിനിപ്പോൾ 21 വയസ്സായി. അതുവരെ ഞാൻ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ബോയ്സിനോടൊക്കെ മിണ്ടാൻ ഭയങ്കര പേടിയാണ്. നമ്മൾ മിണ്ടത്തില്ല. നമുക്ക് അങ്ങനെ ഒന്നും വലിയ ഇൻട്രാക്റ്റ് ഒന്നും ഇല്ലല്ലോ ബോയ്സുമായിട്ടൊന്നും. അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും നമുക്ക് ആരോട് സംസാരിക്കണം, എന്ത് സംസാരിക്കണം, വേറെ പുറത്തിറങ്ങി ആരോടെയും സംസാരിച്ച് പരിചയമില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിൽ വന്ന് പിന്നെ ഒരുപാട് ജോലിയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ താളങ്ങളെല്ലാം തെറ്റിയപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ബാക്കടിച്ചു. ജീവിതത്തിൽ നിന്ന് ബാക്കടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കുഞ്ഞിനെയൊക്കെ വളർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടിയൊക്കെ വന്നു. അപ്പോഴെനിക്ക് ആൾക്കാരുമായിട്ട് കുറേയൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്ക് ജീവിതം എന്താണെന്ന് കുറേയൊക്കെ മനസ്സിലായി കേട്ടോ. അത് എങ്ങനെ സംസാരിക്കണം, ആരോട് സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കുറേയൊക്കെ ഇങ്ങനെ അനുഭവിച്ച് ജീവിതം ഒരു കുട്ടിച്ചോറായി എന്ന് തന്നെ പറയാം. നല്ല ഇതൊക്കെ പോയി കേട്ടോ. എൻ്റെ നല്ല പ്രായത്തിൻ്റെ ഇതൊക്കെ പോയി. പിന്നെ അവൻ എന്തൊക്കെയോ, ഞാൻ നേരെ നിൽക്കാത്തതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് അവൻ എന്തൊക്കെയോ പറയുവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത്തിരി മതിയാക്കി കിട്ടിയാൽ മതിയെന്നായി കേട്ടോ. അവനാണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റിലല്ലേ, എനിക്ക് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേക്കപ്പൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടായിരുന്നു കേട്ടോ. വെറും ലിപ്സ്റ്റിക്ക് മാത്രമേ ചുണ്ടിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് പൊതുവേ മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് കിച്ചുവിനും മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. കിച്ചു കുറേ നാൾ കൊണ്ട് പറയാണ് മുടി സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമല്ല. അവളുടെ തനതായ ഇതെന്താണോ അവൾക്ക് കൊടുത്ത ഒരു ഭംഗിയുണ്ട്, അത് മതി എന്നുള്ളതാണ് കേട്ടോ എനിക്ക്. അല്ലാതെ അവളെ വേറെ ഒന്നും ചെയ്യിപ്പിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യവും ഏകദേശമൊക്കെ ഞാൻ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ വന്ന് നിൽക്കുന്നത്. കുഞ്ഞിനെ എത്ര നോക്കിയിട്ടോ അവൾ നിൽക്കുന്നില്ല കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇരുന്നും കിടന്നും നിന്നൊക്കെ ഫോട്ടോസ് എടുക്കണം. ഇതാണ് കേട്ടോ കുഞ്ഞുവാവ എത്ര ഫോട്ടോഷൂട്ട് എടുക്കാൻ നോക്കിയിട്ടും കുഞ്ഞുവാവ സമ്മതിക്കുന്നില്ല. ഞാനാണെങ്കിൽ നന്നായിട്ട് നോക്കി കേട്ടോ, എൻ്റെ അടുത്ത് പിടിച്ച് നിർത്തിയൊക്കെ എടുക്കാമെന്ന്. പക്ഷേ ഒരു രക്ഷയുമില്ല. ഇവർക്കാണെങ്കിൽ പിന്നെ ഇവരുടെ ഇൻസ്റ്റ ഐ ഡിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഫോട്ടോഷൂട്ട് എടുത്ത ഇവർക്ക് ഇൻസ്റ്റ ഐ ഡിയൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ ഒരു അപ്പൂപ്പൻ നിൽക്കുന്നുണ്ടോ. ഞാനാണെങ്കിൽ ഇതിൽ നിന്ന് 2 നെല്ലെടുത്തേ, ഇങ്ങനെ വിളഞ്ഞില്ല കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഇതെന്തിനാണ് എടുക്കുന്നത്, ഇതെടുത്തിട്ട് നിങ്ങൾക്ക് എന്തോന്നാണ് പ്രയോജനം, അതിലാണെങ്കിൽ അരി പോലും വന്നില്ല, അതിനെയാണ് പിടിച്ചെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൂപ്പൻ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞു കേട്ടോ. ഞാനതൊന്നും മെയിൻ ചെയ്യാൻ പോയില്ല. നമ്മളിതിനേക്കാൾ എത്രയോ ഒക്കെ